സന്തോഷം അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനിയും നമുക്ക് ഹജ്ജും ഉംറയും ചെയ്യാൻ സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടുകുടുംബാദികൾക്കും നമ്മുടെ മക്കൾക്കും അതുപോലെ തന്നെ നമ്മുടെ സഹോദരന്മാർക്കും എല്ലാവർക്കും വരുന്ന വർഷങ്ങൾക്ക് ഹജ്ജും ഉംറയും ചെയ്യാൻ സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനമുള്ള സഹോദരന്മാരെ, നമ്മൾ ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ച് ഹജ്ജ് ചെയ്തു. ആ ഹജ്ജിന്റെ പ്രതിഫലം നമുക്ക് ലഭിക്കുക തന്നെ ചെയ്യണം. അതിന്റെ പ്രതിഫലം നഷ്ടപ്പെടാൻ പാടില്ല. അതിന്റെ പ്രതിഫലം നഷ്ടപ്പെടുന്ന അവസ്ഥയുള്ളതായ ജീവിതം നമ്മൾ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. നല്ല നിലയിൽ ഇഖ്ലാസോടുകൂടിയുള്ളതായ ജീവിതം ഒരു ഹാജി എല്ലാവരും നോക്കിക്കാണുന്നത് എന്തെങ്കിലും നമ്മുടെ കയ്യിൽ നിന്ന് തെറ്റുകൾ സംഭവിച്ചാൽ ആ ഒരു ഹാജി പോകുന്നത് കണ്ടില്ലേ, അവൻ പ്രവർത്തിക്കുന്നത് കണ്ടില്ലേ, അവൻ ചെയ്യുന്നത് കണ്ടില്ലേ, ഇങ്ങനെയാണ് ഹാജി ചെയ്യേണ്ടത്. ഈ നിലയ്ക്കുള്ളതായ സംസാരങ്ങൾ ആരിൽ നിന്നും ഉണ്ടാകാൻ പാടില്ല, മറ്റുള്ളവരിൽ നിന്നും. ആ നിലയ്ക്കുള്ളതായ ജീവിതം നമ്മൾ ഉണ്ടായി തീരുമ്പോൾ നമ്മൾ യഥാർത്ഥമായ ഒരു ഹാജിയായി തീരും. കാണുമ്പോൾ പറയണം അൽഹംദുലില്ലാഹ്, അവൻ ഹാജിയാണ്, ഹജ്ജ് ചെയ്തു, അവന്റെ ജീവിതം എപ്രകാരം നന്നായി തീർന്നു എന്ന് മറ്റുള്ളവർ പറയുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ഹജ്ജ് മഖ്ബൂലും മബ്റൂറുമായി തീരുന്നുള്ള കാര്യം നാം ഓരോരുത്തരും മനസ്സിലാക്കുക. ബഹുമാനികളെ, നമ്മുടെ മരണം എപ്പോഴാണ് സംഭവിക്കുക എന്ന് ആർക്കും തന്നെ പറയാൻ സാധിക്കുകയില്ല. അതേ നിലയിൽ ഇപ്പോൾ പെട്ടെന്നുള്ളതായ മരണങ്ങൾ അധികരിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നുള്ളതായ മരണങ്ങൾ, അതിനു മുമ്പ് നമുക്ക് എന്തെല്ലാം ചെയ്യാൻ സാധിക്കുമോ, ആഖിറത്തിന് വേണ്ടി എന്തെല്ലാം സാധിക്കുമോ അതെല്ലാം നമ്മൾ ചെയ്യാൻ വേണ്ടി തയ്യാറാകുക. ഒരു ദിവസം നമ്മൾ 24 മണിക്കൂറുണ്ട് നമുക്ക്. ഈ 24 മണിക്കൂറിൽ നമ്മൾ 2-2.5 മണിക്കൂറോ ഇതിനു വേണ്ടി അല്ലാഹുവിന്റെ മാർഗ്ഗത്തിന് വേണ്ടി, അല്ലാഹുവിന് വേണ്ടി സമയം കണ്ടെത്തുകയാണെങ്കിൽ നമസ്കാരത്തിന് വേണ്ടിയും ദിക്റിന് വേണ്ടിയും ഖുർആൻ പാരായണത്തിന് വേണ്ടിയും കുടുംബബന്ധം ചേർക്കുന്നതിന് വേണ്ടിയും നല്ല നല്ല പ്രവർത്തനങ്ങൾ ചെയ്യാൻ വേണ്ടി നമ്മൾ മാറ്റിവെക്കുകയാണെങ്കിൽ തീർച്ചയായും നമ്മൾ ദുനിയാവിലും ആഖിറത്തിലും രക്ഷപ്പെടുന്നവരാണ്. നമ്മൾ അവസാന നിമിഷം മരണം എത്തിക്കഴിഞ്ഞാൽ പഠിച്ചവനെ അല്പസമയം കൂടി എനിക്ക് എത്തിച്ചെന്നാൽ ഞാൻ ധാരാളം ചെയ്യാം, സാലിഹീങ്ങളിൽ ഉൾക്കൊണ്ടുകൊള്ളാം, നല്ല കാര്യങ്ങൾ ഞാൻ ചെയ്യാം, അതുപോലെ കുടുംബം ചേർത്ത് കൊള്ളാം, എല്ലാ നല്ല പ്രവർത്തനങ്ങളും ഞാൻ ചെയ്തു കൊള്ളാം എന്ന് പറഞ്ഞാൽ ഒരിക്കലും എത്തിക്കഴിഞ്ഞാൽ, കാലാവധി എത്തിക്കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല ചിന്തിക്കില്ല എന്നുള്ള കാര്യം നാം ഓരോരുത്തരും മനസ്സിലാക്കുക. നമ്മളോടൊപ്പം തന്നെ മരണമുണ്ട്. അസ്രാഈൽ അലൈഹിസ്സലാം നമ്മളെ തുടർന്ന് കൊണ്ടേയിരിക്കുകയാണ്. നമ്മുടെ കാലിലെ ചെരുപ്പ് എത്രത്തോളം നമ്മളുമായി ചേർന്നിരിക്കുന്നതോ അതുപോലെ തന്നെ നമ്മുടെ മരണം നമ്മളോടൊപ്പം ഉണ്ടെന്നുള്ള കാര്യം നാം ഓരോരുത്തരും മനസ്സിലാക്കുക. ഒരു റോഡ് വിട്ട് കിടക്കുന്നവൻ എപ്രകാരമാണ് അപ്പുറത്ത് കടക്കാൻ വേണ്ടി ധൃതി കൂട്ടുന്നത്, അപ്രകാരമാണ് ദുനിയാവിലെ ജീവിതം. ബഹുമാനമുള്ള സഹോദരന്മാരെ, നമ്മൾ ആഖിറത്തിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ, ഖബറിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ തീർച്ചയായും അല്ലാഹുവുമായി കൂടുതൽ അടുക്കും, കൂടുതൽ അമലുകൾ ചെയ്യാൻ നമ്മൾ തയ്യാറാകും. നമ്മൾ സ്വർഗ്ഗത്തിൽ പോകേണ്ടവരാണ്, അല്ലാഹുവിനെ കാണേണ്ടവരാണ്, സിറാത്തുൽ മുസ്തഖീം പാലം കടക്കേണ്ടവരാണ്, ഹിസാബിനെ നേരിടേണ്ടവരാണ്. ആ ചിന്ത നമുക്ക് ഉണ്ടാകുമ്പോൾ തീർച്ചയായും നമ്മൾ അമലുകൾ ചെയ്യും. അല്ലാഹുവിനെ കുറിച്ചുള്ളതായ ഓർമ്മ ഉണ്ടാകും. നമസ്കാരം ജമാഅത്തായി നമ്മൾ നമസ്കരിക്കും. നമ്മൾ പലരും ജമാഅത്ത് നമസ്കാരത്തിന് അനുസരാണ്. നമ്മൾ മത്സരമായിരുന്നു ഹറമിൽ വെച്ച് നമസ്കാരം, ജമാഅത്ത് നമസ്കാരത്തിന് കൂടാൻ വേണ്ടി. അദീദയിൽ താമസിക്കുമ്പോൾ തന്നെ വാങ്ങു വിളിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ പള്ളിയിലെത്തുമായിരുന്നു. എല്ലാവരും ചിലപ്പോൾ സ്ഥലം കിട്ടുകയില്ല, എല്ലാവരും നേരത്തെ ചെല്ലും അസീസിയ പള്ളിയിൽ. ഹറമിൽ മത്സരമാണ്. നമ്മൾ നേരത്തെ മണിക്കൂറുകളോളം കഅബ നോക്കിയിരിക്കാൻ വേണ്ടി, കഅബയിൽ ഒരു നേരം ജമാഅത്ത് നമസ്കാരം കിട്ടാൻ വേണ്ടി നമ്മൾ ജുമാ നമസ്കാരം ഹറമിൽ കിട്ടുന്നതിന് വേണ്ടി രാവിലെ സുബഹി നമസ്കാരത്തിന് മുമ്പ് പോകുന്നവരുണ്ട്. എല്ലാവരും അപ്രകാരമായിരുന്നു. ആ ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാകണം. ഞാൻ ഹറമിൽ വെച്ച് ഇങ്ങനെയൊക്കെ ചെയ്തു, മദീനയിൽ വെച്ച് ഞാൻ അപ്രകാരമാണ് ചെയ്തത്. ഒരു നേരം ജമാഅത്ത് നമസ്കാരം ഞാൻ നഷ്ടപ്പെടുത്തിയിട്ടില്ല, ഒരു നമസ്കാരം പോലും ഞാൻ പാഴാക്കിയിട്ടില്ല. ആ ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാകണം. ആ ചിന്ത വരുമ്പോൾ തീർച്ചയായും നമ്മൾ ഇവിടെയും ജമാഅത്ത് നമസ്കാരം നഷ്ടപ്പെടുത്താതെ ജമാഅത്തായി നമസ്കരിക്കും. ഒറ്റയ്ക്ക് നമസ്കരിക്കുന്നതിനേക്കാൾ 27 ഇരട്ടി പ്രതിഫലമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. ആ നമസ്കാരം ജമാഅത്ത് നമസ്കാരം പാഴാക്കരുത്. നമുക്ക് 1 രൂപ കിട്ടുന്ന സമയത്ത് ഒരു 27 രൂപ കിട്ടാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്.
തീർച്ചയായും പ്രകാരമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ബഹുമാനമുള്ള സഹോദരന്മാരെ, നാളെ ആഖിറത്തിൽ ആദ്യമായി ചോദിക്കപ്പെടുന്ന നമസ്കാരത്തെ കുറിച്ചാണ്. അതിനുശേഷമുള്ള ബാക്കി കാര്യങ്ങൾ ചോദിക്കപ്പെടുന്നത്. ആ ചിന്ത നമുക്ക് ഉണ്ടാകണം. ഒരു മുസ്ലിമും കാഫിറും തമ്മിലുള്ള വ്യത്യാസം നമസ്കാരമാണ്. നമസ്കാരം ഉപേക്ഷിക്കുന്നവൻ മുസ്ലിമല്ല, യഹൂദിയായിട്ടോ ഇസ്ലാമിയായിട്ടോ തട്ടുപോകട്ടെ പറയുണ്ടായി. ഓർമ്മ സംഖ്യ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കൽ നിഷേധിക്കുകയില്ല. നമസ്കാരക്കാർക്കാണ് നാശം, സർവനാശം നമസ്കാരക്കാർക്കാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആൻ സൂറത്ത് മാവൻ ചെറിയ സൂറത്താണ് നമ്മൾ എപ്പോഴും പാരായണം ചെയ്യുന്നതായ സൂറത്ത്. അറഅയ്ത അല്ലദീ യുകദ്ദിബു ബിദ്ദീൻ ഫദാലിക അല്ലദീ യദ്ഉ യതീം വലാ യഹുദ്ദു അലാ തആമിൽ മിസ്കീൻ ഫവൈലുൽ ലിൽ മുസല്ലീൻ. നമസ്കാരക്കാർക്കാണ് സർവനാശവും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ. നമസ്കാരത്തിൽ അവർ അശ്രദ്ധരാണ്, ഓർമ്മ നമസ്കരിക്കുന്നവരാണ്, എല്ലാം കൂടി ഒരുമിച്ച് നമസ്കരിക്കുന്നവരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ ആഖിറത്തിൽ വെച്ച് വലതുണി കലങ്ങിയ അവന്റെ മുഖത്തേക്ക് നമസ്കാരം വലിച്ചെറിയുമെന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുണ്ടായി. എനിക്ക് വേണ്ടി സമയം കണ്ടെത്താൻ, എനിക്ക് വേണ്ടി അല്പ സമയം കണ്ടെത്താൻ നീ തയ്യാറായിട്ടില്ല. നിനക്ക് തോന്നുമ്പോഴാണ് നമസ്കരിക്കുന്നത്, നിനക്ക് അതിനൊന്നും സമയമില്ല. ദുനിയാവിന്റെ പിന്നാലെ നീ പാടുകൊണ്ടിരുന്നു. ദുനിയാവെ ദുനിയാവെ ദുനിയാവെ, എങ്ങനെങ്കിലും ദുനിയാവിനെ കഷ്ടമാക്കണം. അദ്ദുനിയാ സിജ്നുൽ മുഅ്മിനീൻ വജന്നത്തുൽ കാഫിരീൻ. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുണ്ടായി, അദ്ദുനിയാ സിജ്നുൽ മുഅ്മിനീൻ. ദുനിയാവ് എന്ന് പറഞ്ഞാൽ മുഅ്മിനീങ്ങളുടെ ജയിലാണ്, ജയിൽ പോലെയാണ്. വളരെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും, കഷ്ടപ്പാടുണ്ടാകും. വജന്നത്തുൽ കാഫിരീൻ, കാഫിരീങ്ങളുടെ സ്വർഗ്ഗമാണ് ദുനിയാവ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ്. സുഗുണ്ട വിട്ടുകൊടുക്കുന്നത് പോലെ അവസാന ഒരു പിടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. ബഹുമാനമുള്ള സഹോദരന്മാരെ, അത് മനസ്സിലാക്കി ജീവിക്കുക. നമ്മൾ നശ്വരമായ ഈ ദുനിയാവ് തുച്ഛമായ ജീവിതം മാത്രമേ ഉള്ളൂ. നമ്മൾ ആഖിറത്തിലേക്ക് വേണ്ടി വന്നവരാണ്, ആഖിറത്തിലേക്ക് വേണ്ടി വന്നവരാണ്. ആഖിറത്തിലാണ് നമുക്ക് സുഖമുള്ളത്. നമ്മൾ ജീവിക്കുന്നത് ആഖിറത്തിലാണ്, കാലാകാലമായ ആ സ്വർഗ്ഗത്തിൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് അനുഗ്രഹിക്കുമാറാകട്ടെ. നമസ്കാരക്കാരല്ല എന്നല്ല ഞാൻ പറയുന്നത്, എല്ലാ നമസ്കാരക്കാരാണ്. പക്ഷേ ചില സന്ദർഭത്തിൽ അലസത കൊണ്ട് നമസ്കാരം പാഴാക്കി പോകും, ജമാഅത്ത് നമസ്കാരം നഷ്ടപ്പെട്ടു പോകും, നഷ്ടപ്പെട്ടു കളഞ്ഞുകളയും. അത് ഓർക്കാൻ വേണ്ടി ഞാൻ പറയുന്നതാണ്. അതുകൊണ്ട് എല്ലാവരും ജമാഅത്ത് നമസ്കാരം കൃത്യമായി നിർവഹിക്കാൻ ഞാൻ പറഞ്ഞതുപോലെ കുറച്ച് കഴിയട്ടെ, നാളെ കഴിയട്ടെ. ആർക്കും എപ്പോഴാണ് മരിക്കുക എന്നുള്ള കാര്യം അറിയുക. ബഹുമാനമുള്ള സഹോദരന്മാരെ, ഈ പ്രഭാതമായാൽ ദോഷം വരെ ജീവിച്ചിരിക്കുന്നത് ഒരിക്കലും ആഗ്രഹിക്കേണ്ട. പറയുണ്ടായി, നീ പ്രഭാതത്തിലായാൽ പ്രദോഷം വരെ ജീവിച്ചിരിക്കുമെന്ന് ഒരിക്കലും ആഗ്രഹിക്കേണ്ട. പ്രദോഷമായാൽ പ്രഭാതം വരെ ജീവിച്ചിരിക്കുമെന്ന് നീ ഒരിക്കലും ആഗ്രഹിക്കേണ്ട എന്ന് ബഹുമാനപ്പെട്ട പറഞ്ഞെങ്കിൽ, ബഹുമാനമുള്ളവരെ, നമ്മളോടൊപ്പം ജീവിച്ചവർ, നമ്മളുടെ മക്കൾ ബന്ധപ്പെട്ടവരുണ്ട്, മാതാപിതാക്കൾ ബന്ധപ്പെട്ടവരുണ്ട്, സഹോദരി സഹോദരന്മാർ ബന്ധപ്പെട്ടവരുണ്ട്. ഇവരുടെ അവസ്ഥ എന്താണ് ബഹുമാനമുള്ള സഹോദരന്മാരെന്ന് ചിന്തിക്കുക. അതുകൊണ്ട് നമ്മുടെ മരണം ഏത് സമയത്താണ് സംഭവിക്കുക എന്നുള്ള കാര്യം ആർക്കും തന്നെ പറയാൻ പറ്റുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഹജ്ജും ഉംറയും സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. എല്ലാ നിലയിലും നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഹലാലായ മുറാദുകളോട് സുബ്ഹാനഹു വ തആല സഹായിക്കുമാറാകട്ടെ. ജീവിതത്തിൽ സന്തോഷം അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, എല്ലാവരെയും കണ്ടതിൽ വളരെ സന്തോഷമുണ്ട്. തീയതിയായാലും അതുപോലെ തന്നെ മിനയിലും അറഫയിലും സറയിലും മക്കയിലും മദീനയിലും വെച്ച് കണ്ട് നമ്മൾ സന്തോഷകരമായ ജീവിതമായിട്ടുണ്ട് നമ്മൾ ജീവിച്ചത്. അൽഹംദുലില്ലാഹ്, അവർക്ക് നമ്മൾ പരസ്പരം ലഭിക്കുന്ന ആഹാരം കഴിക്കുകയും പരസ്പരം നമ്മൾ കാണുകയും സലാം പറയുകയും എല്ലാം നമ്മൾ ചെയ്തു. ആ മക്കയും മദീനയും എല്ലാം മുന്നിൽ കൂടി വരികയാണ്. ബഹുമാനമുള്ള സഹോദരന്മാരെ, ഈ സംഗമത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ാകട്ടെ. പാരമ്പര്യത്തെ സുബ്ഹാനഹു വ തആല ഈ ബന്ധത്തിൽ കൂടി നിലനിർത്തുമാറാകട്ടെ. ഇനിയും കൂടുവാനും സഹകരിക്കുവാനും സന്തോഷിക്കാനും സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ ജന്നാത്തുൽ ഫിർദൗസ് സുബ്ഹാനഹു വ തആല എനിക്ക് പറയാതിരിക്കാൻ വയ്യ. നമ്മുടെ അനുസരിച്ചാൽ അൽഹംദുലില്ലാഹ് വിളിച്ചാൽ വിളിപ്പുറത്ത് ഓടിയെത്തുന്നതായ ഒരു നല്ല മനുഷ്യനാണ്.
അദ്ദേഹം മക്കയെ കുറിച്ച് വളരെ അതിഥിയെ കുറിച്ച് വളരെ ക്ഷീണിതനായി നമുക്കറിയാം. ഒരു രാത്രി മുഴുവനും ഒരു ഹജ്ജുണ്ടാക്കി ബുദ്ധിമുട്ടായപ്പോൾ ആശുപത്രിയിൽ ആ രാത്രി മുഴുവനും അതീതിയാകത്ത് നമ്മൾ വിളിക്കുകയാണെങ്കിൽ ഓടിയെത്തും ആ സമയത്ത്. അതുപോലെ തന്നെ മിനയിൽ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, നമ്മൾ മിനയിൽ എത്തുമ്പോൾ നമ്മുടെ ഹൈമ കത്ത് കിടക്കേണ്ട സ്ഥലം എന്നതാണെന്ന് അറിയിക്കുന്നത്. നമ്മൾ അവിടെ ചെന്നു, അവിടെയെല്ലാം ഇന്ത്യക്കാരായി, നമുക്ക് സൗകര്യം ലഭിച്ചില്ല. അങ്ങനെ ഞാനും വിളിച്ച് ഞാനും കൂടെ അതിന്റെ മുതേറ് അതിന്റെ മെയിൻ ആളിനെ ചെന്ന് നമ്മൾ ഈജിപ്ഷ്യനായിരുന്നു മസിരി. അദ്ദേഹത്തിന്റെ കണ്ടപ്പോൾ തന്നെ അദ്ദേഹം എവിടെയെങ്കിലും കിടക്കുക, എവിടെയെങ്കിലും നിങ്ങൾ താമസിക്കേ, എനിക്ക് അതിനെപ്പറ്റി അറിയുന്ന കാര്യമില്ലായിരുന്നു. ഞങ്ങളുടെ ഹൈവേ മൊത്തം ഇന്ത്യക്കാർ കയറി കിടക്കുകയായിരുന്നു. ബഹുമാനമുള്ള സഹോദരമാണ്, വളരെ പ്രയാസം തോന്നിയ സന്ദർഭമായിരുന്നു. അങ്ങനെ അനുസരിച്ചാണ് ഞാൻ സംസാരിച്ചു, വീണ്ടും കണ്ടു. അങ്ങനെ അവസാനം ഒന്നുമില്ലാത്തതായ ഒരു ഹൈമ കിട്ടി. അവിടെ വിരിപ്പില്ല, വെള്ളമില്ല, ഒന്നുമില്ലാത്ത അവസ്ഥയായിരുന്നു. അതിനെപ്പറ്റി ഞാൻ ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അതെല്ലാം പ്രതിഫലം നൽകിയിരിക്കുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വന്നത് അൻസർ സാറ് നമുക്ക് വേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് അർഹമായ പ്രതിഫലം ദുനിയാവിലും ആഖിറത്തിലും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഹലാലായ മുറാദുകളും സുബ്ഹാനഹു വ തആല ഹാസിലാക്കുമാറാകട്ടെ. എല്ലാവരും എപ്പോഴും ദുആ കൊടുക്കുക. എല്ലാം ദുആ കൊണ്ട് ദുആ ചെയ്യും.